നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും പരാജയം. ഇത് ഈ സീസണിലെ ആദ്യ ഹോം മത്സരമായിരുന്നു. കൊച്ചിയിൽ ആരാധകർക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയോട് ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് പരാജയപ്പെട്ടത്. ചാങ്തെയാണ് മുംബൈ സിറ്റി FCയുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കളി പിടിക്കാമായിരുന്ന അവസരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവസാന നിമിഷത്തെ ആ ഹെഡർ ശ്രമമൊക്കെ കോച്ച് പോലും നിലത്ത് വീഴുന്ന കാഴ്ച കണ്ടു. ഓരോ ആരാധകരുടെയും മനസ്സിൽ അപ്പോൾ അതങ്ങനെയായിരുന്നു. അത് ഗോളായിരുന്നെങ്കിൽ വല്ലാത്ത ഒരു റിലീഫ് ആവുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അജിസലിനും അതുപോലെ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ പരാജയമാണ് നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഹോർഗെ പെരേഡയസ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമാണെന്ന് പോലും നോക്കാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ച് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ കാണിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മുറിവേൽപ്പിക്കുന്ന ഒരാളാണ്. അയാളുടെ പെനാൽറ്റി നമ്മുടെ ഗോൾ കീപ്പർ തടഞ്ഞിട്ടു. അയാൾ ആ പെനാൽറ്റി അടിച്ചിട്ട് അപ്പോഴേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒരു ഓട്ടമായിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ അത് മനോഹരമായിട്ട് തടഞ്ഞിട്ടു. അതുമാത്രമാണ് ഒരു സന്തോഷം നൽകുന്ന നിമിഷം. ഏതായാലും മത്സരം 1-0 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. കളിയിൽ ഹോർഗെ പെരേഡയസിനെ മുന്നിൽ നിർത്തി ചാങ്തെയും ഫെർണാണ്ടസും ഒക്കെ ഒരുമിച്ച് ഇറങ്ങിക്കൊണ്ടാണ് മുംബൈ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ബർത്തമ്യു, അതുപോലെ തന്നെ മാർലൺ റൂസ്, പിന്നെ നിഹാൽ സുധീഷ്, കോറു സിംഗ് എന്നിവരൊക്കെ മുന്നേറ്റങ്ങളിൽ ഇറക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സും കളിച്ചത്. എന്നാൽ ആദ്യ പകുതിയിൽ ആ ഒരു പെനാൽറ്റി സേവ് ചെയ്തു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ചാങ്തെയിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് മുംബൈ സിറ്റി അവരുടെ ലീഡ് പിടിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതി തുടക്കത്തിൽ വിപിൻ മോഹനെ ഇറക്കിയിരുന്നു. മറ്റ് താരങ്ങളെ കെവിൻ യോക്കിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് വിടുന്നത്. അജിസൽ 76-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു. ബട്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കളിയും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അതേസമയം മുംബൈ സിറ്റി FC ആവട്ടെ അവരുടെ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് 6 പോയിന്റോടെ നിൽക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.